സ്നേഹപൂർവം നൽകുന്നു നാഥാ സർവ്വവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം സർവ്വവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവേ, സ്തുതി തന്നെ സ്ഥൂലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം
അത്ഭുതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. നിങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ആദനും അതുപോലാത്മജനം റോഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കൻ അതുപോലെ ആമേനാമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിക്കും സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും താരം സ്വസ്ത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും.
തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരു ശ്രീജനതരിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നു സ്നേഹനഗരിയവൻ, കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. നാദനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയും ഏകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും
ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിലുള്ള വായന. കർത്താവേ അനുഗ്രഹിക്കണമേ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും. ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിധിക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവുവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്ത് കൂടി വാൾ കടന്നു പോകുകയില്ല. ശത്രുക്കളെ നിങ്ങൾ തുരത്തും. അവർ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. നിങ്ങൾ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിച്ചു കളയും. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ഞാൻ പഴയ ശേഖരങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഭക്ഷിക്കുകയും പുതിയ ശേഖരത്തിലേക്ക് പഴയതിനെ മാറ്റിക്കളയുകയും ചെയ്യുമെന്ന് നിങ്ങൾ അപ്പോൾ പറയും. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കുവാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്നു നിൽക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. എൻ്റെ സഹോദരനെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. യെശയ്യാ പ്രവചന പുസ്തകമായ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജസ്രൂനെ നീ ഭയപ്പെടേണ്ട.
വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീർത്ത അലരികളും പോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റേതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് സമനായി ആരുണ്ട്? അവൻ അത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും ഇന്നീ വേദികയിൽ. ും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുവിനോടും കൂടെയാണ്. ഞങ്ങളിത് എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയം മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. യജമാനോഗ്രഹ പൂരിത കവിത പൂരിത പോലെന്നാവിൽ പോൽ പാദനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവും ആയി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12 പേരിലൊരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവ എൻ്റെ വിരലുകളിടുകയും എൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, എൻ്റെ വിരലെവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ ദിവസത്തിൻ്റെ സന്ദേശം പ്രതിരൂപതയുടെ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് സ്ഥാനഭാവങ്കലശം നമുക്ക് നൽകുന്നതായിരിക്കും. നമുക്ക് ശ്രദ്ധയോടെ ഉടച്ചനെ കേൾക്കാം. ഈശോമിശിഹായിലേറ്റവും പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്,
മാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും വളരെ സ്നേഹപൂർവ്വം നേരുന്നു. ഒരു ഇടവക സമൂഹം എന്ന നിലയിൽ വളരെയധികം അഭിമാനത്തോടെ, സന്തോഷത്തോടെ, അതിലുപരി ഹൃദയം നിറയെ ദൈവത്തോടുള്ള നന്ദിയോടെ ദൈവത്തിനു മുമ്പാകെ നമ്മളെല്ലാവരും ഒന്നുചേർന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഈ കുടുംബത്തെ നയിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ, ജോഷിയച്ഛൻ്റെ കാർമ്മികത്വത്തിലും നമ്മുടെ ഇടവകക്കാരായിട്ടുള്ള പ്രിയ ബഹുമാനപ്പെട്ട വൈദികരുടെ സഹകാർമ്മികത്വത്തിലും ഈ ഇടവകയിൽ നിന്നുമുള്ള സമർപ്പിതരും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതരുമായിട്ടുള്ള പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ, ഈ ഇടവകയുടെ എല്ലാമായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, നിങ്ങൾ ഓരോരുത്തരുടെയും ഒരുമിച്ചുള്ള ഈ പരിശുദ്ധ കുർബാന അർപ്പണം അതേറെ ദൈവാനുഗ്രഹപ്രദവും സന്തോഷദായകവുമാണ്. അതിൽ പങ്കുചേരാൻ എനിക്കും സാധിക്കുന്നതിൽ ഞാനും ദൈവത്തോട് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞാനും ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടും അനുസ്മരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വലിയ പ്രഘോഷണം നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ നടത്തുന്ന പുതുഞായറിൻ്റെ, തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അനുസ്മരണ ദിനമാണിന്ന്. പുതുഞായറായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഉത്ഥിതനെ കണ്ടവൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും ആ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ ഓർമ്മ. നമ്മുടെ പിതാമഹനാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ആ വിശ്വാസ പ്രഖ്യാപന ദിന ആചരണത്തിൻ്റെ വലിയ ആഘോഷം സഭ മുഴുവൻ കൊണ്ടാടുന്ന ദിനമാണെന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ പുതിയ ദേവാലയത്തിലെ ആദ്യത്തെ പരിശുദ്ധ കുർബാന അർപ്പണമാണിത്. നമ്മുടെ എല്ലാവരുടെയും വലിയ അധ്വാനത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, വലിയ ആഗ്രഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ, സഹകരണത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒക്കെ ഫലമായ ഈ ദേവാലയത്തിൽ വലിയ കൂട്ടായ്മയുടെ ബലിയർപ്പണം നമ്മൾ നടത്തുകയാണ്. അതുമേറെ സന്തോഷകരമായിട്ടുള്ള, അനുഗ്രഹദായകമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേത്, നമ്മുടെ ഇവിടെ ഒരു വിശ്വാസ സമൂഹം ഒരു ഇടവക എന്ന നിലയിൽ ആരംഭിച്ചതിൻ്റെ 100 വർഷത്തിൻ്റെ ആഘോഷ പരിപാടികളുടെ സമാപനവും നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ് ചെയ്യുക. ഇതെല്ലാം പരസ്പരം ബന്ധിതമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങളുടെ എല്ലാം അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ഇതൊരു ചരിത്ര നിമിഷമാണ്, ചരിത്ര ദിവസമാണ്. ഇന്നലെ അഭിമന്യ പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവും കൂദാശകളുമെല്ലാം ഇപ്പോഴായിരിക്കുന്ന തലമുറയുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളുടെയും ഹൃദയങ്ങളിൽ ഓർമ്മിക്കപ്പെടത്തക്ക വിധമുള്ള ഒരു ചരിത്രത്തിൻ്റെ ആഘോഷമായിട്ട് ഈ ദിവസം മാറുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ മാറേണ്ട ഒരു ദിവസവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അഭിമാനത്തോടും സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ് മാർത്തോമാ ശ്ലീഹ. ആ ശ്ലീഹ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസമാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ പിതാക്കന്മാർ കൈമാറി ഇന്നും നമ്മൾ ഈ ഭവനത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നുവെങ്കിൽ അതിന് കാരണമായി തീരുന്നത്. ഒരുപക്ഷെ നമുക്ക് തലമുറകളായിട്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്, പിതൃസ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വിശ്വാസമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പിതൃസ്വത്തുക്കൾ പലതുണ്ടാവും. നിലങ്ങളുണ്ടാവും, സ്ഥലങ്ങളുണ്ടാവും, ഭവനങ്ങളുണ്ടാവും, സമ്പത്തുണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ വിലപിടിച്ച സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പിതാമഹന്മാർ നമുക്ക് പകർന്നു നൽകിയ ദൈവത്തോടുള്ള ബന്ധമാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമ്മൾ പതറിപ്പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ കാർന്നവന്മാർ, നമ്മുടെ അമ്മമാർ ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഭയപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. ഈശോയുടെ അടുക്കൽ എത്തുന്നവരെല്ലാം ഈശോ ആശ്വസിപ്പിച്ചിരുന്നത് ഈ വചനത്താലാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവം, ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ആ ജീവിക്കുന്ന ദൈവത്തെ നേരിൽ കണ്ടവൻ്റെ വലിയ സന്തോഷത്തിൻ്റെ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. ഈ ഇടവക രൂപീകൃതമായിരിക്കുന്നത്
യോഹന്നാൻ സ്ലിഹായുടെ നാമത്തിലും കൂടിയാണല്ലോ. യോഹന്നാൻ സ്ലിഹ തോമാസ് സ്ലിഹായിലൂടെ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷ രചനയുടെ കാരണവും ലക്ഷ്യവും കൂടെ യോഹന്നാൻ സ്ലിഹ പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിന്റെ അവസാനം, സുവിശേഷത്തിന്റെ വചനത്തിന്റെ അവസാനം യോഹന്നാൻ സ്ലിഹ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ഇത് തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ മിശിഹ ദൈവപുത്രനാണ് എന്ന് അനേകർ വിശ്വസിക്കുന്നതിന് വേണ്ടിയും അതുവഴി അവർ നിത്യജീവൻ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ഈശോ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷ രചനയുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ ഏറ്റുപറച്ചിലാണ് തോമാസ് സ്ലിഹായിലൂടെ ഇവിടെ യോഹന്നാൻ സ്ലിഹ വരച്ചു വെക്കുന്നതും. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ 2 വായനകളും വായിച്ചു കേൾക്കുന്നതും അതുതന്നെയാണ്. ഞാൻ നിങ്ങളുടെ ദൈവവും കർത്താവുമാണ് എന്ന് ലേവ്യരുടെ പുസ്തകത്തിലൂടെ അരുളി ചെയ്യുന്ന ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ആദിയും അന്ത്യവുമാണ്, ഞാൻ എല്ലാറ്റിൻ്റെയും അധിനാഥനാണ്. എല്ലാറ്റിൻ്റെയും അധിനാഥനായ ദൈവം, അവൻ ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ് തോമാസ് സ്ലിഹ നടത്തുന്നത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ആ സാക്ഷ്യമാണ് എല്ലാ സ്ലീഹന്മാരും പങ്കുവയ്ക്കുന്നത്. ലേഖനഭാഗത്തു നിന്ന് യോഹന്നാൻ സ്ലിഹ എടുത്തു പറയുന്നതും അതാണല്ലോ, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ഈ വിശ്വാസ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പകർന്നു നൽകുവാനായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ ഇടവക സമൂഹം എന്ന് പറയുക. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ ഇടവക രൂപീകൃതമായതിൻ്റെ ഒരു ജൂബിലി ആഘോഷത്തിൻ്റെ 100 വർഷം കഴിഞ്ഞു. ആ ജൂബിലി ആഘോഷത്തിൻ്റെ ഒരു സമാപനം നമ്മൾ ഔദ്യോഗികമായിട്ട് നടത്തുമ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കുന്നത് ഇതിനൊക്കെയും കാരണക്കാരായിട്ടുള്ള നമ്മുടെ പൂർവികരെയാണ്. അവരെ നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ വിശ്വാസം നമുക്ക് കൈമാറി തന്ന പൂർവികരുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പിതാമഹന്മാർ. അവരെക്കുറിച്ചൊക്കെ വളരെ നന്ദിയോടെയും കൃതജ്ഞതയോടെയും അവർ ജീവിച്ചു കാണിച്ചു തന്ന, അവർക്ക് ലഭിച്ച വിശ്വാസം കുറവ് കൂടാതെ തെറ്റുകൂടാതെ നമുക്ക് കൈമാറി തന്നതിനെ കുറിച്ചുള്ള വലിയ നല്ല ഓർമ്മകൾ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. അവർ കാരണമാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഈ ഭവനത്തിലായിരിക്കുവാനായിട്ടിടയാവുക. അതുകൊണ്ട് തന്നെ ജൂബിലി ആഘോഷത്തിന്റെ ഏറ്റവും വലിയ ആചരണത്തിന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. നമുക്ക് നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ ഓർമ്മിക്കുവാനായിട്ടുണ്ട് ഈ വിശ്വാസം കൈമാറി തന്നവരെ. അതുകൊണ്ട് തന്നെ ഈ ജൂബിലി ആഘോഷത്തിന്റെ 2ാമത്തെ ഒരു പശ്ചാത്തലം സ്വാഭാവികമായിട്ടും ഈ വിശ്വാസം കുറവ് കൂടാതെ കൈമാറി കൊടുക്കുവാനായിട്ടുള്ള നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരുപക്ഷെ ഈ ദേവാലയത്തിന്റെ നിർമ്മാണം അപ്രകാരം ഒരു വലിയ സാക്ഷ്യമായിട്ട് നിലകൊള്ളുകയാണ്. നമുക്ക് നമ്മുടെ പൂർവികർ കൈമാറി തന്ന വിശ്വാസം എത്രയോ ദൃഢമാണ്, എത്രയോ വലുതാണ്, എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഈ ദേവാലയം എന്ന് നമുക്കറിയാം. കാരണം ഇതിൻ്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട്, വലിയ സമർപ്പണമുണ്ട്, വലിയ ത്യാഗങ്ങളുണ്ട്, ഒത്തിരി പേരുടെ വലുതായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണിത്. ഇതിനൊക്കെ കാരണം മിശിഹായിലുള്ള നമ്മുടെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭവനങ്ങൾ നമ്മൾ പണിയുന്നതിനേക്കാളും ശ്രേഷ്ഠമായി മനോഹരമായിട്ട് ഈ ദേവാലയം നമ്മൾ പണിതുയർത്തിയെങ്കിൽ അതിന് കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാളൊക്കെയും ശ്രേഷ്ഠമാണ് നമ്മുടെ ഈ ദേവാലയം, ദൈവം വസിക്കുന്ന ഇടം, അഥവാ ഞാനും എൻ്റെ ദൈവവുമായിട്ട് ഒന്നുചേരുന്ന കണ്ടുമുട്ടുന്ന ഈ ഇടം എന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് പ്രിയമുള്ളവരെ ഈ ദേവാലയം നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം തീക്ഷ്ണതയോടെ ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി അധ്വാനിച്ചു, അത്രമാത്രം തീക്ഷ്ണതയോടുകൂടെ തന്നെ ഈ വിശ്വാസത്തിന്റെ കൈമാറ്റം ഇനിയുമുള്ള തലമുറകൾക്ക് നൽകുവാനായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. അതിന് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, തോമാസ് സ്ലീഹ ഉത്ഥിതനായ മിശിഹായെ തേടിയത് അവന്റെ മുറിവുകളിലാണ്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ മിശിഹായെ ഞങ്ങൾ കണ്ടു എന്ന് സ്ലീഹന്മാർ പങ്കുവയ്ക്കുമ്പോൾ തോമാസ് സ്ലീഹ പറഞ്ഞു, അവന്റെ മുറിവുകൾ കണ്ടുകൊണ്ടല്ലാതെ ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ല എന്ന്. നമ്മളൊക്കെ സാധാരണ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കുവാനായിട്ട് നോക്കുന്നത് അവരുടെ മുഖത്തേക്കാണ്. അവരുടെ മുഖം കണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്, തിരിച്ചറിയുന്നതെങ്കിൽ തോമാസ് സ്ലീഹ പറയുന്നു, എനിക്കവന്റെ മുറിവുകൾ കാണണം എന്ന്. യഥാർത്ഥത്തിൽ മിശിഹായുടെ മുറിവുകൾ എന്ന് പറയുന്നത് അവൻ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിന്റെ, പീഡകളുടെ, സഹനത്തിന്റെ, മരണത്തിന്റെ അടയാളമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. മിശിഹായുടെ മുറിവുകൾ സ്നേഹത്തിന്റെ അടയാളമാണ് എങ്കിൽ, ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മരണത്തിന്റെയും അടയാളമാണ് എങ്കിൽ,
തോമാശ്ലീഹ അന്വേഷിക്കുന്നത് മുഖമല്ല, മുറിവുകളാണ്. മിശിഹായുടെ മുറിവുകൾ, അവന്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ തോമാശ്ലീഹ അന്വേഷിക്കുന്നത്. ആ സ്നേഹത്തിന്റെ ആധിക്യമാണ് മുറിവുകളോടുകൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമാശ്ലീഹായുടെ മുമ്പിൽ നീ കണ്ടു വിശ്വസിക്കുക എന്ന് ഈശോ പറയുവാനായിട്ട് കാരണമായി തീരുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെയും വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായിട്ട് ഈ ദേവാലയം നിലകൊള്ളുമ്പോൾ ഇനി വരാനിരിക്കുന്ന തലമുറകൾ ഈ ദേവാലയത്തെ നോക്കി പറയുവാനായിട്ട് സാധിക്കും, ഇത് വലിയ സ്നേഹത്തിന്റെ അടയാളമാണ്. വരാനിരിക്കുന്ന തലമുറകൾക്ക് ഈ തലമുറ നൽകുന്ന സ്നേഹത്തിന്റെ അടയാളമാണ്. ഇതിന്റെ പിന്നിൽ വലിയ മുറിവുകളുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ അധ്വാനത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സഹനത്തിന്റെയും ഒക്കെ വലിയ മുറിവുകളാണ് യഥാർത്ഥത്തിൽ ഈ ദേവാലയം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട വിഹാരിച്ചനെ നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അച്ഛൻ ഇന്നലെ നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു, ഇടവക സമൂഹത്തിന് ഇവിടെ എത്തിയവർക്കുമെല്ലാം. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ വിഹാരിച്ചനെയും വളരെ നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അച്ഛനോടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിനുമൊക്കെ അപ്പുറത്ത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു ഇടവക വൈദികൻ എന്ന നിലയിൽ പ്രിയപ്പെട്ട ജോഷി അച്ഛനിൽ കണ്ട വലിയ നന്മകളെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ അച്ഛൻ പണിതുയർത്തിയത് ഈ കെട്ടിടമല്ല, ഈ ദേവാലയമല്ല, മറിച്ച് ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്ന ഇടവക സമൂഹമാകുന്ന ഒരു ദേവാലയമാണ്, ഒരു പള്ളിയാണ്. ഇടവക സമൂഹത്തെ, സഭാസമൂഹത്തെ പള്ളി എന്നാണല്ലോ വിളിക്കുക. യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. ഈ ദേവാലയത്തിന്റെ സ്ട്രക്ചർ, ഈ ദേവാലയത്തിന്റെ മനോഹരമായിട്ടുള്ള കമാനങ്ങളൊക്കെ പണിതുയർത്തുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിൽ അദ്ദേഹം പണിതുയർത്തുവാനായിട്ട് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് ഇടവക സമൂഹമാകുന്ന പള്ളിയെയാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കാണുക. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലൊക്കെ പല പ്രാവശ്യം ഞാൻ ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇടവക സമൂഹം ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്നതുപോലെ പരസ്പരം സ്നേഹത്തോടെ, ഐക്യത്തോടെ, കൂട്ടായ്മയിൽ തങ്ങളുടെ മുഴുവനും പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയോടുകൂടെ ആയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ശരീരമായിട്ട്, ഒരു സഭയായിട്ട് നമ്മൾ ഓരോരുത്തരും രൂപപ്പെടുകയായിരുന്നു. അതാണ് ഒരുപക്ഷെ ഞാൻ പ്രിയപ്പെട്ട ജോഷി അച്ഛനിൽ കണ്ട ഏറ്റവും വലിയ നന്മയും. നമ്മളെല്ലാവരെയും ചേർത്തിണക്കത്തക്ക വിധം ദൈവത്തോടുള്ള ആഴമായിട്ടുള്ളൊരു ബന്ധം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ട് തൻ്റെ ജീവിതത്തെ നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചപ്പോൾ അദ്ദേഹം നമ്മളെയൊക്കെയും കൂട്ടിയിണക്കുന്ന വലിയ കണ്ണിയായിട്ട് മാറി. ഈ ദേവാലയ കുദാശയുടെ തലേ ദിവസം ഇവിടെ 100 കണക്കിന് പേര് ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പലതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരങ്ങോട്ട് ചോദിക്കും, ഇത് എവിടെയാണ് ഇടേണ്ടത്, അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഓടിയെത്തുന്നത് വികാരിച്ചനെടുക്കില്ല. അപ്പോൾ ആരെങ്കിലും പറയാ വികാരിച്ചും പറഞ്ഞു അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർക്കങ്ങളില്ല, പിന്നെ സംശയങ്ങളില്ല. എന്ന് വെച്ചാൽ നമ്മളെയെല്ലാം ഒരേ ചരടിൽ കോർത്തിണക്കി ഒരു കുടുംബമായി, ഒരു സഭയായി, ഒരു പള്ളിയായിട്ട് അദ്ദേഹം രൂപപ്പെടുത്തിയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ട ഈ അച്ഛനെ പ്രതി, പ്രിയപ്പെട്ട ഇടവക സമൂഹത്തെയും ഞാൻ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെയും അഭിമാനത്തോടും കൂടെ ഓർക്കുകയാണ്. നിങ്ങളുടെ വലിയ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനേക്കാളൊക്കെ ഉപരി പ്രിയപ്പെട്ട യുവജനങ്ങളുടെ, പ്രിയപ്പെട്ട കുട്ടികളുടെ, മാതാപിതാക്കളുടെ എല്ലാവരുടെയും വലിയ പങ്കാളിത്തം ഇതിൻ്റെ എല്ലാ നിർമ്മാണ സാഹചര്യങ്ങളിലും ഉണ്ടായിരുന്നു. നിങ്ങളുടെ കായികമായിട്ടുള്ള അധ്വാനം, സാമ്പത്തികമായിട്ടുള്ള പങ്കുവയ്ക്കല്, ഒപ്പം വലിയ പ്രാർത്ഥനയുടെയും നിയോഗശുദ്ധിയുടെയുമായിട്ടുള്ള സമർപ്പണം, ഇതിൻ്റെ ഒക്കെ ഫലമാണ് ഈ ദേവാലയമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം അധ്വാനിച്ച പ്രിയപ്പെട്ട കൈക്കാരന്മാർ, കൺവീനർമാർ, ഈ ദേവാലയത്തിൻ്റെ മറ്റ് ശുശ്രൂഷകർ എല്ലാവരെയും ഞാൻ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ചും കായികമായിട്ടൊക്കെ നിരന്തരം അധ്വാനിക്കുവാനായിട്ട്, വളരെ നിസ്വാർത്ഥമായിട്ട് അധ്വാനിക്കാനായിട്ട് തയ്യാറായ എല്ലാവരെയും, യുവജനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അവരുടെയൊക്കെ വലിയ ത്യാഗമുണ്ട്. സഹനത്തോടുകൂടെ, ത്യാഗത്തോടുകൂടെ അവർ പല പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ഞാൻ നേരിട്ടും അല്ലാതെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ വലിയ സമർപ്പണത്തെയും ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനുമായിട്ട് പലപ്പോഴും ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അച്ഛൻ പറഞ്ഞിട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന്, ഇടവക ജനം സഹകരിക്കുന്നില്ല എന്ന്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, അത് നിങ്ങളുടെ മഹത്വമാണ്. നിങ്ങളുടെ ഭവനം എന്ന നിലയിൽ, നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്ന വലിയ സമർപ്പണം എന്ന നിലയിൽ നിങ്ങൾ ഇതിനോട് പങ്കുചേർന്നുവെങ്കിൽ അത് നിങ്ങളുടെ വലിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. അതൊരു വലിയ മുറിവുമാണ്. ഈ മുറിവായിരിക്കണം, ഈ ത്യാഗമായിരിക്കണം വരാനിരിക്കുന്ന തലമുറകൾക്ക് തങ്ങളുടെ പൂർവികർ ഈ വിശ്വാസത്തിന്റെ സാക്ഷ്യമായി ദേവാലയം നിർമ്മിക്കുവാൻ എത്രമാത്രം ത്യാഗമെടുത്തു,
അതിനെ അവരെത്രമാത്രം സ്നേഹിച്ചു എന്ന് ഓർമ്മിക്കുവാനായിട്ട്, ആ ഓർമ്മയാണ് അവരെയും വിശ്വാസത്തിൽ നിലനിർത്തുവാനായിട്ട് കാരണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെയും നമ്മുടെ അതിരൂപതയെയും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ടും ഓർക്കാം. അവരുടെ എല്ലാം വലിയ സമർപ്പണവും സന്തോഷവും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെ എല്ലാം വലിയ ആശീർവാദവും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. രൂപതയോട് ചേർന്ന് നമുക്ക് നമ്മളൊരു ഇടവക സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവസാനമായിട്ട് തോമാസ് ശ്ലീഹായോട് കർത്താവ് പറഞ്ഞു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. നമ്മൾ ഇന്ന് ദേവാലയത്തിലായിരിക്കുമ്പോൾ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർത്താവിൻ്റെ ദിവസം എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, അന്ന് ശ്ലീഹന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന ആ ഭവനത്തിൽ അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവിടെ മിശിഹായെ കണ്ടുകൊണ്ട് വിശ്വസിച്ച ആ ശിഷ്യ സമൂഹത്തിന് ഈശോ നൽകിയ വാഗ്ദാനമാണ്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഉത്ഥിതനായ മിശിഹായുടെ സാന്നിധ്യത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അവന്റെ സജീവമായ സാന്നിധ്യത്തെ കാണാതെ കണ്ടുകൊണ്ട് വിശ്വസിക്കുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയും ഉത്ഥിതനായ മിശിഹായെ അന്ന് ശ്ലീഹന്മാർ എപ്രകാരം നേരിൽ കണ്ടോ അതുപോലെ തന്നെ കണ്ടുകൊണ്ട് എന്നാൽ കാണാതെ വിശ്വസിക്കുവാനായിട്ടുള്ള അവസരമാണ്. തോമാസ് ശ്ലീഹായുടെ ഈ വിശ്വാസം നമുക്കും ഏറ്റുപറയുവാനായിട്ട് സാധിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന, ഈ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് ഉരുവിട്ടുകൊണ്ട് പങ്കുചേരാനായിട്ട് പരിശ്രമിക്കാം. മാർവാലാഹ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഈ പ്രാർത്ഥനയോടുകൂടെ, സുഹൃത ജപത്തോടുകൂടെ, ഈ വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടെ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം, പരസ്പരം നന്ദി അർപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. വളരെ പ്രത്യേകമായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഇടവക വൈദികരായിട്ടുള്ള അച്ഛന്മാര്, പ്രിയപ്പെട്ട ഇടവകയിൽ നിന്നുള്ള സമർപ്പിതര്, അവരെയുമെല്ലാം ഞാൻ ഈ അവസരത്തിൽ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ ഓർക്കുന്നു. ഈ ഇടവകയുടെ വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ഈ അച്ഛന്മാരും ഈ സിസ്റ്റേഴ്സും ഒക്കെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചെയ്യുന്ന വലിയ ശുശ്രൂഷകൾ. അവരെല്ലാം നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം. ഒപ്പം ഇനിയും ധാരാളം വിശ്വാസത്തിന്റെ നല്ല സാക്ഷ്യങ്ങളായ നല്ല സമർപ്പിത ജീവിതങ്ങൾ ഈ ഇടവകയിൽ നിന്നും ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉത്ഥിതനായ മിശിഹായുടെ സമാധാനം നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സഹോദരം കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലിതായുടെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പൊലിതായുടെയും അവരുടെ സഹശുശ്രൂഷികളെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാവൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിനും അനുഗ്രഹത്തിനും മാലാഖയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വല്ലങ്കയെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവനുടെ അയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാം അഖിലരുമൊന്നാം സന്നിധിയിൽ മാനവനിരയോടും ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും സാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്ന് നീക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബ്
യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ദൈവത്തെ മോരാൻ നിത്യം ആഴ്ത്തിയിടാം. സർവശക്തനാം ഏകദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക, സർവശക്തനാം ഏകദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും ദൈവമാ സത്യനാഥനങ്ങിലും ആദിജാതനാ, സൃഷ്ടിയല്ല പുത്രനാ യേശുദേവജൻ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ, ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ, മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൽ മർത്യരൂപമാർന്നിരേ കന്യകാത്മജൻ. വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ, 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ, മണ്ണിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ, സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ, വലതുഭാഗമാർന്നു വാഴു മഹിത കാന്തിയിൽ, ഒടുവിലെത്തുമീ മഹിയിൽ അന്നു വിധിയുമായി, സകലരും ശ്രമിക്കും അന്ത്യവിധി വിനീതരാ. നിന്നെന്ന പോലെ സുതന് നിന്നുമേ, പ്രഭവമാർന്നു വാണിടുന്നു സത്യദൈവമാ, ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ, വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭാ, സൈനിക പ്രഭാവമാർന്നു സാർവജനീനം, പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും, ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പു നിത്യജീവനും, ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാകുമേകദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ ആത്മാവോടും കൂടെ. ശക്തനായ ദൈവം ബലഹീനനായ എന്നെ ദയാപൂർവം സഹായിക്കണമേ. അങ്ങയുടെ തൃത്വത്തിന്റെ ബഹുമാനത്തിനും ഈ സമൂഹം നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴിയും സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സഹവാസവുമേ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖിലചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിക്കും, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്ന. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലഹമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. എളിയവരും ബലഹീനരുമാവുന്നതിനുമായ ദാസർ അവിടുത്തെ നാമത്തൊരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസകമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായ്ക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരാൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധന്മാരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അഭിഷേകത്തിന് അർപ്പിക്കുന്ന ഈ ഓർമ്മ ജീവിതകാലത്തിൻ്റെയും നീതിമാൻ പിതാക്കന്മാരുടെയും പാവന സ്മരണങ്ങളുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദിസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യമറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ എവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ
ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് പ്രത്യാശവരം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പാപമോചകമായ ഈ തിരുശുദ്ധ രക്തങ്ങളെയും അങ്ങ് പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വം മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിക്കുന്നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോരൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തികാരങ്ങളോടെ സമീപിക്കാം. രണ്ടാമത്തുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപളം കുറച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും
പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ ദൈവം അങ്ങേ സ്വർഗ്ഗരാജ്യത്ത് സകല വിശുദ്ധന്മാരെന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ അങ്ങന്ന് പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാന ഹൃദയങ്ങളിൽ ശാന്തി വിതർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കിയും ജലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശു ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകല്ലേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സകലത്തിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ കർത്താവ് ശംശിയുടെ കൃപാപരമോടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് നിൽക്കുന്നിടങ്ങളിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. വൈദികർ താഴേക്ക് ഇറങ്ങി വരുന്നതാണ്. ഏറ്റവും മുമ്പിലുള്ളവർ മാത്രം മുൻപോട്ട് കയറി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാനും കൂടെ ശ്രദ്ധിക്കുക.
തന്റെ തിരുഭോജ്യമേ. ഇന്നും കൂടിയിരിപ്പാൻ അപ്പമായി തീർന്നവനേ. ഇന്നും കൂടിയിരിപ്പാൻ അപ്പമായി തീർന്നവനേ. നിന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. നിന്നെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആത്മാവിങ്ങൾ താരതന്നിൽ നിന്നെ ഞാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അമൂല്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പവിത്രീകരിക്കുന്നതിൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മോഹത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ നിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീടാ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാണ്. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാദരരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കാരുണ്യം തൂകിടണേ. വിശുദ്ധ യോഹന്നാൻ